എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഈ ഉദ്ഘാടന ദിവസം വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓരോ ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമാകുമ്പോഴും ഓരോ കൂടുതൽ അറിവാണ് കിട്ടുന്നത്. കാരണം ഇവിടെ ഓരോ ചടങ്ങിലും വരുമ്പോൾ ഭഗവാനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഓരോ കൊച്ചു കുട്ടികൾക്കും എന്നെ പോലുള്ള കൂട്ടുകാർക്കും ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്, നമ്മളെ ഒത്തിരി സഹായിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓരോ ഭാഗവത സപ്താഹം ഇപ്പം മാളിയപ്പുറം ഇറങ്ങിയതിനു ശേഷം ഒത്തിരി സപ്താഹങ്ങളിൽ പോയിട്ടുണ്ട്. ഇനിയും കൂടുതൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് മാളികപ്പുറം സിനിമയിലൂടെ തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഞാൻ മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം സിനിമകൾ ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ഒരു പുതിയ മൂവി നാളെ കഴിഞ്ഞ് തുടങ്ങാൻ പോവാണ്. കല്യാണമരം എന്നാണ് മൂവിയുടെ പേര്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഈ സിനിമയ്ക്ക് വേണം. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒപ്പം ഈ ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വളരെ പ്രശസ്തമായ ഈ തൃക്കപാലീശ്വരം ക്ഷേത്രത്തിൻ്റെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കാനൊരു അവസരം തന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയുള്ള വരും വർഷങ്ങളിൽ ഒരു ചെറിയ കാലയളവിൽ നമുക്ക് സപ്താഹം നടത്താൻ സാധിച്ചില്ല. ഇനിയുള്ള വരും വർഷങ്ങളിലും ഈ സപ്താഹയജ്ഞം പരമാവധി ഭംഗിയായി നടത്താൻ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളും കുടുംബക്ഷേത്ര അംഗങ്ങളും ഒപ്പം ഈ നാട്ടിലെ ഒരുപാട് ഭക്തജനങ്ങൾ അകമഴിഞ്ഞ് സഹായം ചെയ്തത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. ഇനിയുള്ള വരും വർഷങ്ങളിൽ ഇത് ഭംഗിയായി നടത്താൻ ദേവി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചിരുന്ന നമ്മുടെ ബഹുമാന്യനായ തന്ത്രി ശ്രീ രമേശ് ഭാനു അവർക്ക് എത്താൻ കഴിയില്ല. അദ്ദേഹം അഞ്ചലൊരു അമ്പലത്തിൽ ഒരു വലിയ ചടങ്ങിൽ നിൽക്കുകയാണ്. എത്താൻ പറ്റുമെങ്കിൽ എത്താമെന്ന് പറഞ്ഞിരുന്നു, എത്തിയില്ല. എത്തും. അദ്ദേഹം ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇവിടെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യജ്ഞാചാര്യൻ ശ്രീ കായമഠം അഭിലാഷ് നാരായൺജി, നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം ദേവനന്ദ, നമ്മുടെ ബാബു തിരുമേനി, സബ് ഗ്രൂപ്പ് ഓഫീസർ സാറ്, എല്ലാവർക്കും ഈ ചടങ്ങ് ഭംഗിയായി നടത്താൻ സഹായിച്ച ഈ നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ ഭാഗവത സപ്താഹ യജ്ഞം നടത്തുവാൻ ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നല്ലവരായ നാട്ടുകാർ പൂർണ്ണ മനസ്സോടെ ഈ പരിപാടികളിൽ പങ്കെടുത്ത് ഇതൊരു ഗംഭീര വിജയമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ചടങ്ങിന് ആശംസാ പ്രസംഗം നടത്തുവാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മണ്ണടി സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീ പ്രദീപ് സാറിനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രദീപ് കുമാർ, ക്ഷേത്രം സെക്രട്ടറി അജി ബാബു,